നമസ്കാരം. ഗുസ്തി മെഡൽ ജേതാവ് വിനീഷ് ഫോഗോട്ടിനെ മെഡൽ ജേതാവെന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം മെഡൽ ജേതാവ് എന്നുള്ളത് വളരെ കാലം മുമ്പായിരുന്നു. പക്ഷേ ഗുസ്തി മേഖലയിൽ അല്ലെങ്കിൽ ഗുസ്തി സംബന്ധമായിട്ടുള്ള ഹരിയാനയിൽ നിന്ന് വലിയ കൊടുങ്കാറ്റുകൾ ഉയർത്തിയ പീഡനാരോപണങ്ങൾ ഉയർത്തി ഗുസ്തി ഫെഡറേഷനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തി വിനീഷ് ഫോഗട്ടിനെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വിനീഷ് ഫോഗട്ട് ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കുറേ കാലങ്ങളായി ഗുസ്തിയിൽ നിന്നും മാറി നിന്ന വിനീഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി MLA ആയി. അതിനുശേഷം വിവാഹിതയായിരുന്നു, അമ്മയായി. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഗുസ്തിയുടെ പരിശീലനങ്ങളിൽ നിന്ന് മാറി നിന്ന വിനീഷ് ഫോഗട്ടിനെ ഈ അടുത്ത വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുവാനുള്ള ട്രയൽസിൽ പങ്കെടുക്കുവാൻ സാധ്യമല്ല. അതിൽ നിയമം അനുവദിക്കുന്നില്ല. കാരണം ഇത്രയും കാലം മാറി നിന്ന ഒരാൾക്ക് ഈ ഡ്രഗ് ടെസ്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ചില സ്റ്റാൻഡേർഡുകളുണ്ട്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശങ്ങളുണ്ട്. ഇങ്ങനെ ഇന്ന രീതിയിൽ വേണം 6 മാസങ്ങളോളം പരിശീലനത്തിലേർപ്പെട്ട് ആ പരിശീലനത്തിൻ്റെ ഇടയിലെല്ലാം കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമായ ഒരാൾ മാത്രമേ ഇതിൻ്റെ ട്രയൽസിൽ പങ്കെടുക്കുവാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ എന്നൊക്കെ പറയില്ലേ, അത് നിലവിലുണ്ട്. അതൊരു നിയമമായിട്ട് തന്നെ, നിയമാവലിയായിട്ട് തന്നെ ഗുസ്തി ഫെഡറേഷൻ കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. ആ നിയമാവലിയിൽ തനിക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ വിനീഷ് ഫോഗട്ട് ട്രയൽസിൽ പങ്കെടുക്കുവാനെത്തി. ഗുസ്തി ഫെഡറേഷൻ അതിനെ നിരസിച്ചു, ആ ഒരു അപേക്ഷ നിരസിച്ചു, അല്ലെങ്കിൽ അവരുടെ ആവശ്യം നിരസിച്ചു. വിനീഷ് ഫോഗട്ട് അവരുടെ ഒരു പ്രശസ്തിയും എല്ലാം വെച്ച് കോടതികളെ സമീപിച്ചു. സുപ്രീം കോടതി വരെ എത്തി. കോടതികൾ പതിവ് പോലെ ആ ട്രയൽസിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എന്താണ്, അതിനൊരു അവഗണന പാടില്ല, പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞ് പങ്കെടുപ്പിച്ചു. കൃത്യമായിട്ട് ഗുസ്തി ഫെഡറേഷൻ പറഞ്ഞതുപോലെ തന്നെ 53 കിലോഗ്രാമിൻ്റെ മത്സര ശ്രേണിയിൽ ട്രയൽസിൽ വിനീഷ് ഫോഗട്ട് നല്ല സുന്ദരമായി പരാജയപ്പെട്ടു. ആ സുന്ദരമായിട്ട് പരാജയപ്പെട്ടതിന് മലയാള മാധ്യമങ്ങളുടെ ഓൺലൈൻ ശാഖകളെങ്കിലും വിശേഷിപ്പിക്കുന്നത് പൊരുതി വീണു എന്നായിരുന്നു. പക്ഷേ ദയനീയമായൊരു പരാജയമായിരുന്നു. അതിൻ്റെ പോയിൻ്റ് നില എന്ന് പറയുന്നത് 4-6 എന്ന സ്കോറിനാണ് പരാജയപ്പെട്ടത്. 4-6 എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഗുസ്തിയെ കൃത്യമായിട്ട് വീക്ഷിക്കുന്നവർക്കറിയാം, അത്ര പൊരുതലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടക്കത്തിൽ ഇത്രയും പരിചയ സമ്പത്തുള്ള, ഇത്രയും മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വിനീഷ് ഫോഗട്ട് ഒരു 4 പോയിൻ്റ് നേടി എന്നുള്ളത് പോലും ഒരു അത്ഭുതമല്ല. പക്ഷേ എതിരാളി 6 പോയിൻറ്റിന് വിനീഷ് ഫോഗട്ടിനെ പരാജയപ്പെടുത്തി എന്നുള്ളത് ഒരു അല്പം ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് ആർക്ക്, വിനീഷ് ഫോഗട്ടിന്. ഈ വാർത്ത എന്തിനാണ്, കായികമായിട്ടുള്ളൊരു വാർത്ത എന്തിനാടാ ഞങ്ങളോട് പറയുന്നത് എന്നുള്ള നമ്മുടെ സിനിമാ സ്റ്റൈലൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് കായികമേ അല്ല, ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ്. കാരണം ഈ ഒരു പീഡനാരോപണം BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി ഡൽഹിയിൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ അനുകൂല വിധികൾ സമ്പാദിച്ച് ഗുസ്തി ഫെഡറേഷനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഭാരതത്തിനെ ഗുസ്തി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭാരതത്തിൻ്റെ ഗുസ്തി ഫെഡറേഷനെ അപമാനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെതിരെ നടപടികൾ എടുക്കുന്ന രീതിയിൽ ഒളിമ്പിക്സ് കമ്മിറ്റിയെ പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ വിനീഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ളവരുടെ സമരങ്ങളാണ്. ഞാൻ അവർ പീഡിപ്പിക്കപ്പെട്ടെന്നോ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നോ അല്ല പറയുന്നത്, ആ കേസിൻ്റെ മെറിറ്റും അല്ല പറയുന്നത്. പക്ഷേ അതിനുശേഷം അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വെളിവാക്കുകയും കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഹരിയാനയിൽ മത്സരിക്കുകയും അവരുണ്ടാക്കിയ ഈ ഒരു ഓളവും പീഡനാരോപണങ്ങളും എല്ലാം കാരണം കോൺഗ്രസ് ജയിച്ചു വരുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ അവർ മത്സരിക്കുകയും അവർ ജയിക്കുകയും കോൺഗ്രസ് പാർട്ടി ദയനീയമായി പരാജയപ്പെടുകയും ഹരിയാനയിലെ ജനങ്ങളൊന്നാകെ, നമ്മുടെ ഏഷ്യാനെറ്റിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, ഏതോ ഒരു അവതാരകൻ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ഹരിയാനയിൽ ജയിക്കുമെന്ന് കണ്ട ഒരു തോന്നലുണ്ടാക്കിയ വേളയിൽ ആവേശത്തോടെ പറഞ്ഞത്, 5-ൽ 1 വീടുകളിൽ ഹരിയാനയിൽ ഗോതയുണ്ട്, ഗുസ്തിയുടെ നാടാണ് ഹരിയാന, ഗുസ്തിക്കാരികൾ ഉണ്ടാക്കിയ ഓളം ഇതാ BJPയെ മലർത്തി അടിച്ചിരിക്കുന്നു, താമര വാടിയിരിക്കുന്നു എന്നൊക്കെ ആവേശപൂർവ്വം പ്രസംഗിച്ചതിൽ 5-ൽ 1 വീട്ടിൽ ഗോതയുണ്ട്, അഖാഡ എന്നാണ് അവിടെ ഗോതയ്ക്ക് പറയുന്നത്. ആ ഗോതയുണ്ട് എന്നുള്ളത് സത്യമാണ്. അത്തരത്തിൽ ഗുസ്തിയെ സ്നേഹിക്കുന്ന ഹരിയാനക്കാർ ഈ വിനീഷ് ഫോഗട്ടിൻ്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് BJPയുടെ വലിയ വിജയം അവിടെ തെളിയിച്ചത്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ ഇനി തനിക്ക് വലിയ ഭാവിയൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞത്, കാരണം കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. നമ്മുടെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ അടപടലം പരാജയപ്പെട്ട അവസരത്തിൽ ഇനി രാഷ്ട്രീയമായി തനിക്ക് ഭാവിയൊന്നുമില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഗുസ്തിയിൽ ഭാവിയുണ്ടോ? അതില്ല എന്ന് വിനീഷ് ഫോഗട്ടിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ അണഞ്ഞുകൊണ്ടിരിക്കുന്ന തീയായിട്ടുള്ള തൻ്റെ രാഷ്ട്രീയ ചുവടുവെപ്പുകൾക്ക് ഒരല്പമെങ്കിലും ഇന്ധനം പകരുവാൻ
ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സഹായിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് യാതൊരു തരത്തിലും നിയമാവലി അനുവദിക്കാത്ത ഒരു ട്രയലിന് വേണ്ടി തൻ്റെ മുൻകാല പ്രശ്നങ്ങൾ കാരണം, താൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ താൻ തുറന്നു പറഞ്ഞതോ അതെന്തുമാകാം, കോടതിയിൽ നിന്ന് കേസിൻ്റെ വിധി വരുന്നത് വരെ അത് അങ്ങനെ പറയുവാൻ സാധിക്കുള്ളൂ. ആ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗുസ്തി ഫെഡറേഷൻ തൻ്റെ ആവശ്യം നിരാകരിക്കുന്നത് എന്ന പ്രതീതി കോടതിയിൽ സൃഷ്ടിച്ച് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി വാങ്ങി ഗുസ്തി ഫെഡറേഷനെ വീണ്ടും പരാജയപ്പെടുത്തി മുൾമുനയിൽ നിർത്തി, മുട്ടയിൽ നിർത്തി എന്നുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച് ട്രയൽസിൽ പോയി ദയനീയമായി പരാജയപ്പെട്ട് പുറത്തു പോകുന്ന വിനീഷ് ഫോഗട്ട് ചെയ്തത് ഗുസ്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല, രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, ഏഷ്യൻ ഗെയിംസിൽ പോയി രാജ്യത്തെ പ്രതിനിധീകരിച്ച് മെഡൽ കൊണ്ടുവരുവാൻ തനിക്ക് സാധിക്കും അല്ലെങ്കിൽ മറ്റാരെക്കാളും യോഗ്യത തനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവും കൊണ്ടല്ല. അടിസ്ഥാനപരമായി താൻ ഇത്തരത്തിൽ പോയാൽ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് പോലും ഇത്തരത്തിലൊരു അനുകൂല വിധി അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഗുസ്തി ഫെഡറേഷൻ്റെ ഒരു കടുംപിടുത്തം കാരണം, തന്നോട് അനീതി കാണിച്ചത് കാരണം തനിക്ക് ഗുസ്തിയിൽ പങ്കെടുത്ത് ഭാരതത്തെ എൻ്റെ അഭിമാനം ഉയർത്തുവാൻ സാധിച്ചില്ല എന്നൊരു രാഷ്ട്രീയ പ്രതിച്ഛായ ഹരിയാനയിൽ സൃഷ്ടിച്ച് കുറച്ച് നാളും കൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു വിനീഷ് ഫോഗട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇത്തരത്തിൽ രാജ്യസ്നേഹികളായ ഒരു കായിക താരങ്ങൾ നിരവധി നമ്മുടെ നാട്ടിലുണ്ട്. അവരൊന്നും ഇത്തരത്തിലുള്ള യാതൊരു സൗജന്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തനിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രത്യേക എന്തെങ്കിലും സാഹചര്യങ്ങൾ ഒരുക്കണമെന്നോ ഒന്നും ആവശ്യപ്പെടാറില്ല. അവർ വളരെ നിശബ്ദരായി തങ്ങളുടെ കായികപരമായിട്ടുള്ള ആവശ്യങ്ങളുമായി അല്ലെങ്കിൽ പരിശീലനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. പരാജയങ്ങളും വിജയങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിലുണ്ടാകാം. അതിനെയെല്ലാം അതേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് മുന്നോട്ട് പോകുന്നു. വിനീഷ് ഫോഗട്ട് ചെയ്ത കാര്യം, അവർ അത്തരത്തിലുള്ള പീഡനങ്ങൾ യഥാർത്ഥത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവരത് തുറന്നു പറഞ്ഞ് ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ശ്രമിച്ചത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ കക്ഷിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി മറ്റൊരു രാഷ്ട്രീയ കക്ഷി, അതും യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചരിത്രമില്ല എന്ന് മാത്രമല്ല നിരുത്സാഹപ്പെടുത്തുന്ന ചരിത്രം ഏറെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്ന് ഒരു രാജ്യസ്നേഹികളുടെ പാർട്ടി എന്ന് പൊതുവെ ഒരു ധാരണയുള്ള ദേശീയവാദം എന്തായാലും സ്വന്തം ആശയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയെ മുഴുവനായി പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ച ഒരു കായിക താരം തന്നെയായിരുന്നു വിനീഷ് ഫോഗട്ട്. ആ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രക്രിയ തൻ്റെ ഒരു വ്യക്തിപരമായ വികാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഭാവിക്ക് വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചൊരു വ്യക്തിയും കൂടിയായിരുന്നു വിനീഷ് ഫോഗട്ട്. അതിനൊരു സംശയവും വേണ്ട. അത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് അനിവാര്യമായൊരു പതനം മാത്രമായിരുന്നു ഈ ട്രയൽസിലെ ദയനീയ പരാജയം. പൊരുതി തോറ്റു, പൊരുതി വീണു, ചാടിച്ചവിട്ടി തുടങ്ങിയ മലയാള മാധ്യമങ്ങളുടെ ഏതാണ്ടൊരു പതിഞ്ഞ മട്ടിലുള്ള ഓൺലൈൻ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വാർത്താ സംപ്രേഷണങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഒരു പക്ഷേ പെട്ടിട്ടില്ലായിരിക്കാം. കാരണം ഇത്തരത്തിലുള്ളൊരു വിജയം നേടിയിരുന്നെങ്കിൽ അത് ഇവിടെ ആനമയിലൊട്ടകവുമായി തെരുവുകളിൽ ഒരു പക്ഷേ ആഘോഷിച്ചതിന് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ. പക്ഷേ വിജയം നേടാതെ പുറത്തായ വിനീഷ് ഫോഗട്ടിന് അനുശോചനങ്ങൾ. എന്തായാലും ഗുസ്തി ജയിക്കട്ടെ, ഭാരതം ജയിക്കട്ടെ, ഭാരതം തിളങ്ങട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.